ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലണ്ടൻ വിൻഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഫ്ലാറ്റിൻ്റെ വിൻഡോസിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ചെടികളെയാണ്. അപ്പോൾ പലതരം ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മുടെ സാധാരണ വെള്ള ഒനിയനാണ്. അതിനകത്ത് ഞാൻ 2-3 പ്രാവശ്യം കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 2 പ്രാവശ്യം കട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഗാർലിക്കാണ്. അത് പിന്നെ 3 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് 4ാമതും വളർന്നു വന്നേക്കുന്ന കേട്ടോ. ഒരു 4-5 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ സെലറിയാണ്. ഇതെങ്ങനെയാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ വെച്ചതാണ് ആ സെലറി. ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നാൾ പുറത്ത് വെച്ചു. പിന്നെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അതിനുശേഷം നല്ലത് നോക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ. ഇത് നമ്മുടെ ചുമന്ന സവോളയാണ്. അപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയതാണ് കേട്ടോ. അതിനും വേര് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കറ്റാർവാഴയാണ്. അപ്പോൾ എനിക്കൊരു ചേച്ചി തന്നതാണ് ഇവിടുന്ന്. അതുപോലെ തന്നെ തക്കാളിയുടെ തൈയാണ്. പിന്നെ ഇത് നമ്മുടെ മിൻറ്റ്. ഞാനത് 2 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് പിന്നെയും അത് വളരാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടം പോലെ വളരും. നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച പൈനാപ്പിൾ അത് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ അവക്കാഡോയുടെ കുരുവാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ അവക്കാഡോയുടെ കുരു വെച്ചപ്പോൾ അത് തൈയായിട്ടൊക്കെ വന്നായിരുന്നു വലുതായിട്ട്. പക്ഷേ അത് വലുതായി വളരണമെങ്കിൽ നമ്മൾ മണ്ണിനകത്ത് കുഴിച്ച് വെക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള മരങ്ങളാണ്. അതൊക്കെ നല്ല കാറ്റ് വന്നപ്പോൾ ഇങ്ങനെ ആടി ഒലയാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്കിനി കടയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതിങ്ങനെ വളർത്താൻ വെച്ചേക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു സെലറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ പൊളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് നമുക്ക് സാമ്പാറിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വെക്കുക ചെയ്തത്. എല്ലാവരോടും ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻസ് പ്രത്യേകം എഴുതണം. എനിക്ക് വളരെ ഇഷ്ടമാണ് കമൻസ് വായിക്കാൻ. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനി നമുക്ക് ചുമന്ന സവോള നമുക്ക് ഇങ്ങനെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. അപ്പം 3 സവോള എനിക്ക് കിട്ടി. ഞാനത് ഒന്ന് ഒരുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം വേരൊന്നും വന്നിട്ടില്ല, കാണാമല്ലോ, വേരൊന്നുമില്ല. പക്ഷേ ഇത് വെള്ളത്തിലിട്ട് വെച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല നീളത്തിൽ വേര് വരാൻ തുടങ്ങും. നല്ല നീളത്തിൽ നമുക്ക് വേര് വന്നിട്ടുണ്ട്. എല്ലാത്തിനും അല്ല, 1-2 എണ്ണത്തിന് വന്നിട്ടുണ്ട്. വീഡിയോയുടെ ആദ്യ ഭാഗം എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം ഒന്ന് മാറിക്കൊടുത്താൽ നല്ലതാണ്. അപ്പം അതിന് നല്ല നീളത്തിൽ വേര് വരും. വേര് വന്നതിന് ശേഷം എടുത്ത് മണ്ണിൽ കുഴിച്ച് വെക്കാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പം വളരും. പിന്നെ ഇത് നമ്മുടെ മല്ലിയിലയാണ്. എനിക്ക് ചേച്ചി തന്നിട്ട് കുറേ നാളായി. ഞാനതിടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചു, പുറത്ത് വെച്ചു, പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 3-4 നല്ല തണ്ടുകൾ നോക്കിയിട്ട് ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടായിരുന്നു ആദ്യത്തെ ഭാഗത്ത് നല്ല നീളത്തിൽ അത് പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ വേരൊന്നും വന്നിട്ടില്ല. നല്ല പൊക്കത്തിലേക്ക് ഇത് പൊങ്ങിയിട്ടുണ്ട്. നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. വേര് വന്നു കഴിഞ്ഞാൽ മണ്ണിലേക്ക് കുഴിച്ച് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം ഞാൻ വളർത്തിയെടുക്കുന്നത് എൻ്റെ വിൻഡോസിൻ്റെ അവിടെ വെച്ചിട്ടാണ്. വളരെ ചെറിയൊരു സ്പേസിലാണ് ഇത്രയും ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി വളർത്തിയെടുക്കാൻ പറ്റും. എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കുന്നു എന്നും വിചാരിക്കുന്നു. അപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് കാണാം. നിങ്ങളെല്ലാവരും നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.